എല്ലാവർക്കും നമസ്കാരം. നമ്മൾ എന്നും വൈകുന്നേരം TV ഓൺ ചെയ്യുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ചാനൽ ചർച്ചകളിൽ ഒരാളെ വല്ലാതെ പുകഴ്ത്തുന്നുണ്ടാകും. ഒന്നെങ്കിൽ ഒരു പോലീസ് ഓഫീസർ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ, അതുമല്ലെങ്കിൽ പെട്ടെന്ന് വൈറലായ ഏതെങ്കിലും ഒരു വ്യക്തി. അവരെ നമ്മൾ ഹീറോ പരിവേഷം നൽകി തലയിലേറ്റും. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതേ ചാനലുകൾ തന്നെ ഇവരെ താഴെ ഇറക്കി കൊല്ലുന്നത് നമ്മൾ കാണാറില്ലേ? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇതിന് പിന്നിലെ ചാനൽ തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? നമുക്കിന്ന് ടി ടോക്സിലൂടെ ഇതൊന്ന് നോക്കാം. ആദ്യത്തെ കാര്യം റേറ്റിംഗ് അഥവാ TRP തന്നെയാണ്. വാർത്താ ചാനലുകൾക്ക് എപ്പോഴും ഒരു നായകനെ ആവശ്യമാണ്. ജനങ്ങൾക്കിടയിൽ പോസിറ്റീവായ ഒരു ഇമേജ് ഉള്ള ഒരാളെ കിട്ടിയാൽ അവരുടെ പിന്നാലെ ക്യാമറയുമായി ചാനലുകൾ പോകും. അവരെ കുറിച്ച് പുകഴ്ത്തി വാർത്തകൾ വരും. ഇത് കാണുമ്പോൾ പ്രേക്ഷകർക്ക് ഒരു ആവേശം തോന്നും, ചാനലിന് റേറ്റിംഗും കൂടും. അതായത് ആ വ്യക്തിയോടുള്ള സ്നേഹത്തെക്കാൾ ഉപരി അതൊരു ബിസിനസ് തന്ത്രം മാത്രമാണ്. പക്ഷെ കഥ മാറുന്നത് എപ്പോഴാണെന്നോ, ആ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ചെറിയ വീഴ്ച സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു ആരോപണം വരുമ്പോഴോ ആണ്. അന്ന് വരെ അവരെ പുകഴ്ത്തിയ അതേ ചാനലുകൾ ഇതാണ് ഇവരുടെ യഥാർത്ഥ മുഖം എന്ന് പറഞ്ഞ് ബ്രേക്കിംഗ് ന്യൂസ് ഇടും. ഇന്നലെ വരെ തോളിലേറ്റിയവർ ഇന്ന് അവരെ തള്ളിക്കളയും. ഇവിടെ സത്യം അന്വേഷിക്കുന്നതിനേക്കാൾ ഉപരി ആ വ്യക്തിയെ തകർക്കുന്നതിലൂടെ കിട്ടുന്ന പുതിയൊരു വിവാദം മാത്രമാണ് മാധ്യമങ്ങളുടെ ലക്ഷ്യം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. മാധ്യമങ്ങൾ കാണിക്കുന്ന ഈ ഹീറോ പരിവേഷം കണ്ട് നമ്മൾ ആരെയും അന്ധമായി വിശ്വസിക്കരുത്. ഇന്ന് ഒരാളെ പുകഴ്ത്തുന്നവർ നാളെ അവരെ തള്ളി പറയുന്നത് തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. വാർത്തകൾ വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ബോധവാന്മാരാകണം. നിഷ്പക്ഷമായ വാർത്തകൾക്ക് പകരം വ്യക്തിപൂജ നടത്തുന്ന മാധ്യമ രീതികളെ നമ്മൾ ചോദ്യം ചെയ്യണം. വാർത്താ ചാനലുകൾ ഉണ്ടാക്കുന്ന ഇത്തരം ഹീറോകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതുപോലെ മാധ്യമങ്ങൾ പുകഴ്ത്തി താഴെ ഇറക്കിയ ഏതെങ്കിലും വ്യക്തികളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം. താങ്ക്